ആലപ്പുഴ ജില്ലയിൽ രണ്ടിടത്തുകൂടി പക്ഷിപ്പനി എന്ന സംശയം. മുട്ടാർ, അമ്പലപ്പുഴ, വടക്ക് പഞ്ചായത്തുകളിലെ താറാവുകളിലാണ് പക്ഷിപ്പനി സംശയിക്കുന്നത്. 17,480 താറാവുകളെയാണ് ഇതുവരെ കൊന്ന് മറവ് ചെയ്തത്. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കും. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്തൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ? ഉന്മേഷ കഴിഞ്ഞ 2022 പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 10,000-കണക്കിന് താറാവുകളെ, കോഴികളൊക്കെ തന്നെ കൊന്നൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപനം എങ്ങനെയും തടയുക എന്ന ലക്ഷ്യമാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. നിലവിൽ 2 പഞ്ചായത്തുകൾ, അമ്പലപ്പുഴ വടക്കിലും ഒപ്പം തന്നെ മുട്ടാർ പഞ്ചായത്തിലും താറാവുകൾ ചത്ത സാഹചര്യത്തിലാണ് ഇവിടെയും പക്ഷിപ്പനി ഉണ്ടോ എന്നുള്ള സംശയമുള്ളത് കൊണ്ട് ഭോപ്പാലിലെ ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുള്ളത്. പക്ഷെ 3 ദിവസം എടുക്കും. ജില്ലയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇത് പരിശോധിക്കാനുള്ള രോഗനിർണയ ലാബ് ഇല്ലാത്തതാണ് മറ്റൊരു വിഷയം. ഇതിൽ ചെറുതന, എടത്വ പഞ്ചായത്തുകളിലാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നത്. അവിടങ്ങളിൽ മാത്രം, അതായത് ജില്ലയിലെ 28 തദ്ദേശ സ്ഥാപനങ്ങൾ, 28 പഞ്ചായത്തുകൾ, ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലെ മുനിസിപ്പാലിറ്റി, വാഴപ്പള്ളി പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലയിലെ 4 പഞ്ചായത്തുകൾ, അങ്ങനെ 34 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇറച്ചിക്ക്, അതായത് കോഴിയുടെയും താറാവിന്റെയും ഇറച്ചി വ്യാപാരം, മുട്ട വ്യാപാരത്തിന് പൂർണ്ണ നിരോധനമുണ്ട്. പക്ഷിപ്പനിയിൽ ഈ കേരളത്തിൽ നിന്നുള്ള മുട്ട, കോഴി, ഒപ്പം തന്നെ താറാവ് തമിഴ്നാട് തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ തമിഴ്നാട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കുമെന്നുള്ള അറിയിപ്പുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള കോഴിയുടെ വളം, കോഴിമുട്ട, കോഴിക്കുഞ്ഞ് എന്നിവയായി വരുന്ന വാഹനങ്ങൾ തിരിച്ചയക്കുന്നുണ്ട്. വാളയാർ ഉൾപ്പെടെ 12 സ്ഥലങ്ങളിൽ ചെക്ക് പോസ്റ്റുകളിലാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സംഘത്തെയും നിയോഗിച്ചിട്ടുള്ളത്. പക്ഷിപ്പനി നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ഈ 34 പഞ്ചായത്തുകളിലും നിരീക്ഷണത്തിനുള്ള, അല്ലെങ്കിൽ 28 പഞ്ചായത്തുകളിലും നിരീക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമീപ പഞ്ചായത്തുകളിലും നഗരസഭകളിലൊക്കെ തന്നെ ചേർന്ന് പൊതുജനാരോഗ്യ നിയമപ്രകാരം പഞ്ചായത്ത് തല സമിതി അടിയന്തരമായി കൂടാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും നടപടി സ്വീകരിക്കാനും മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വരുന്ന 26 വരെയാണ് ഇറച്ചിക്കും മുട്ടയ്ക്കും നിരോധനമുള്ളത്. ഉന്മേഷ്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന്.